ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ആയിട്ട് അടുത്തൊരു പ്രൊജക്റ്റും, ആ പ്രൊജക്റ്റ് 27 സ്റ്റാർട്ടിങ്ങിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റാണ്. അതിൽ കുറച്ച് യൂണിറ്റ്സ് അവൈലബിൾ ആണ്, കുറച്ച് കൂടുതൽ യൂണിറ്റ്സ് അവൈലബിൾ ആണ്. 2 BHKയിലും 3 BHK ഓപ്ഷനിലും അവൈലബിൾ ആണ്. ഹായ്, ദിസ് ഇസ് ഷെമിൻ. ഇന്ന് നമ്മൾ കൊച്ചിയിൽ ഫോറം മാളിൻ്റെ അടുത്ത് വരുന്ന പ്രസ്റ്റീജിൻ്റെ സിറ്റിസ്കേപ്പ് പറഞ്ഞ പ്രൊജക്റ്റിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്റ്റിൽ ഏതാനും കുറച്ച് യൂണിറ്റ്സ് ഇപ്പോൾ ബാക്കിയുണ്ട്. ഇത് കംപ്ലീറ്റഡ് പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ആയിട്ട് അടുത്തൊരു പ്രൊജക്റ്റും, ആ പ്രൊജക്റ്റ് 27 സ്റ്റാർട്ടിങ്ങിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റാണ്. അതിൽ കുറച്ച് യൂണിറ്റ്സ് അവൈലബിൾ ആണ്, കുറച്ച് കൂടുതൽ യൂണിറ്റ്സ് അവൈലബിൾ ആണ്. 2 BHKയിലും 3 BHK ഓപ്ഷനിലും അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോൾ ഈ കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റിൽ ഇനി 3 BHK മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൊജക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ എല്ലാവിധ അമ്യൂണിറ്റീസും ഉണ്ട്. കൂടാതെ ലോൺ ടെന്നീസ് വരെ ഉണ്ട്. ലോൺ ടെന്നീസ് എന്നുള്ള പ്രൊജക്റ്റുകൾ ഇവിടെ കൊച്ചിയിൽ ഉണ്ടോ എന്നുള്ള അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതൊന്നും കൂടാതെ ഇത് കാണുന്നത് ഫോറം മാളാണ്. ഫോറം മാളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് PVR, ലുലു, ലൈഫ് സ്റ്റൈല് എല്ലാ തരം ബ്രാൻഡഡ് ഷോപ്പുകളും ഉണ്ട്. അതുകൂടാതെ ഫുഡ് കോർട്ട്സ് ഉണ്ട്. ഈ വരുന്ന ഇത്രയും സംഭവങ്ങൾ നമ്മളെ തൊട്ട് നടക്കാൻ ദൂരത്ത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രീമൈസ് തന്നെയാണ് ഈ ഫോറം മാളും വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമുക്ക് പോയി വരാൻ കാറോ ഒന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് നടന്നു പോയി നമ്മൾ ആവശ്യങ്ങൾ നടത്താവുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ട്. ഇങ്ങനൊരു പ്രൊജക്റ്റ് വേറെ ഈ കേരളത്തിൽ വേറൊരു പ്രൊജക്റ്റ് ഉണ്ടോ എന്നുള്ള അറിയില്ല. ഇത് ബാംഗ്ലൂർ ഫോറം മാളിൽ ചെയ്ത പോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ പ്രസ്റ്റീജിന് ഇതേപോലെ ടവർ പ്രൊജക്ട്സ് ഉണ്ട്. അതേ ഒരു കൺസെപ്റ്റിലാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇവിടെ കേരളത്തിൽ വേറെ ഇല്ല. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടവറിൽ എങ്ങനെയാണ് അവർ അമ്യൂണിറ്റീസ് തന്നിട്ടുള്ളതെന്നുള്ളതും, അതേപോലെ സാമ്പിൾ ഫ്ലാറ്റ് എങ്ങനെ തന്നിട്ടുള്ളതെന്നുള്ളതും, അതുപോലെ ലോഞ്ച് എങ്ങനെയാണെന്നുള്ളതും നമുക്ക് അവിടെ നിന്ന് പോയി കാണാം. കൂടാതെ പ്രസ്റ്റീജിന് തന്നെ വില്ല പ്രൊജക്റ്റ് ആണെങ്കിൽ കാക്കനാട് ഒരു വില്ല പ്രൊജക്റ്റ് ഉണ്ട്. കളമശ്ശേരിയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ്, വേറെ ഒരു പ്രീമിയം അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ് ഉണ്ട്. അതും കംപ്ലീറ്റഡ് ആണ്. അതിലാണെങ്കിൽ 4 BHK ഓപ്ഷൻസ് മാത്രം ഇപ്പോൾ കുറച്ച് യൂണിറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിൽ പോയി കാണാം. അപ്പോൾ ഇതാണ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ എൻട്രൻസ് ലോബി. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു ഭംഗിയിൽ ചെയ്തിട്ടുള്ള ലോബിയിലേക്കാണ്. ഇതാണ് റിസപ്ഷൻ ഏരിയ. ഇവിടെയൊക്കെ ഇറ്റാലിയൻ മാർബിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ലിഫ്റ്റ് ലോബി വരുന്നത്. 3 ലിഫ്റ്റുകളാണ് വരുന്നത്. നല്ല പ്രീമിയം ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കോമൺ ഏരിയകളെല്ലാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ 3 BHKയിൽ ചെയ്തിട്ടുള്ള ഒരു സാമ്പിൾ ഫ്ലാറ്റാണ്. ഇതിന് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഈ ഒരു ഡോറിൻ്റെ സൈസ് നോക്കി കഴിഞ്ഞാൽ നല്ല വിഡ്ത്തും ഉണ്ട്, അതുപോലെ ഹൈറ്റും ഉണ്ട്. കൂടാതെ ഇതിൻ്റെ സ്മാർട്ട് ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഫോയർ സ്പേസിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അവിടുന്ന് നേരെ ലിവിങ് ഏരിയ ആണിത്. ഇവിടെ വലിയൊരു ബാൽക്കണി വരുന്നുണ്ട്. ഒരു വലിയ ബാൽക്കണി ഉണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് വാഷ് ഏരിയ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ പ്ലസ് യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. ഇവിടെ യൂട്ടിലിറ്റി ഏരിയയാണ്. വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സ്പേസാണ്. കിച്ചണ് നേരെ ഓപ്പോസിറ്റിലായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ്. അത്യാവശ്യം നല്ല സൈസുള്ള ബാത്റൂമാണ്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേഷൻ ഉണ്ട്. അതിൽ ലെവൽ ഡിഫറൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതാണ് അടുത്ത ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബാൽക്കണി അടക്കമുള്ള ബെഡ്റൂമാണ്. ബാൽക്കണി ഉണ്ട് ഇതിൽ. കൂടാതെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂം നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പോലെ ഫ്ലോറിൽ ലെവൽ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേഷന് വേണ്ടി. അടുത്തതായിട്ട് ഈ സൈഡിലായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതിൽ ടോയ്ലറ്റ് ഈ ഭാഗത്താണ് വരുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഫ്ലോറിലാണ് ക്ലബ് ഹൗസ് വരുന്നത്. വളരെ പ്രീമിയം ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലബ് ഹൗസാണ്. ഇറ്റാലിയൻ മാർബിളും അതേപോലെ മെറ്റാലിക് സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ട് പ്രീമിയം ലുക്ക് ഉണ്ട് ഈ ഒരു ഫ്ലോർ മൊത്തത്തിൽ. ഈ ഫ്ലോറിലാണ് സ്വിമ്മിംഗ് പൂള്, ചേഞ്ചിങ് റൂം, സ്റ്റീം, സോന, ഫിറ്റ്നസ് സെൻറ്റർ, പാർട്ടി ഹാൾ എല്ലാതും വരുന്നത് ഈ ഒരു ഫ്ലോറിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് നല്ല വാട്ടർ വ്യൂ വരുന്നുണ്ട്. ഈ ക്ലബ് ഹൗസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നല്ല വ്യൂ ആണ്. ഈ ഭാഗത്തായിട്ടാണ്
ഈ ഭാഗത്തായിട്ടാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. ഇവിടെയുള്ള സ്വിമ്മിംഗ് പൂൾ പറഞ്ഞാൽ ഭയങ്കര ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഇൻഫിനിറ്റി പൂളാണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടപ്പെടും. ഇവിടുന്ന് ഈ ഒരു ടൗണിൻ്റെ മൊത്തം വ്യൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. ഇവിടെ ഈ ഒരു സിറ്റി മുഴുവൻ നമുക്ക് ഇവിടുന്ന് കാണാം. ആ കാണുന്നതാണ് അടുത്ത ടവർ നെക്സ്റ്റ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ വ്യൂവും എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. ഇതാണ് അഡൾട്ട്സ് പൂള്, ഇത് കിഡ്സ് പൂള്, ഇവിടെ ഷവർ ഏരിയ. ഇത്രയാണ് ഈ സ്വിമ്മിംഗ് പൂളിൽ വരുന്നത്. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് ചേഞ്ചിങ് റൂം വരുന്നത്. ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും സെപ്പറേറ്റ് ചേഞ്ചിങ് റൂംസ് ഉണ്ട് ഈ രണ്ട് സൈഡിലായിട്ട്. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നമ്മൾ ഈ കൊറിഡോറിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ജിമ്മും സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് പാർട്ടി ഹാളും വരുന്നുണ്ട്. ഇതാണ് ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ളൊരു ജിമ്മാണിത്. നമുക്ക് അത്യാവശ്യത്തിന് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും എല്ലാ എക്യുപ്മെൻറ്റ്സും വരുന്നുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ടെറസാണ്. ഇത് യോഗയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്പേസാണ്. ഒരു ഓപ്പൺ ടെറസിൽ അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ പാർട്ടി ഹാളാണ് വരുന്നത്. അവിടെയും കുറേ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. നല്ല ഗാർഡനൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ പാർട്ടി ഏരിയ. നേരത്തെ കണ്ട ആ ഗ്രീൻ സ്പേസ് ഒക്കെ ഉണ്ട്. അവിടെ കുറേ ഇരിക്കാനുള്ള സ്പേസുകളുണ്ട് ഇതേപോലെ. ഇതാണ് ആ ഇൻഡോ പാർട്ടി ഹാള്. അതുപോലെ ഇവിടെ ഒരു പാൻട്രി വരുന്നുണ്ട്. നല്ല സൈസിലൊരു പാൻട്രിയാണ്. ഇവിടുന്ന് പാർട്ടി ഹാളിലേക്കും എൻട്രി ഉണ്ട്. പിന്നെ ഈ പുറത്തേക്കുള്ള വഴിയിലേക്കും എൻട്രി ഉണ്ട്. അത്യാവശ്യം നല്ല സൈസിലൊരു പാർട്ടി ഹാളാണിത്. ഇവിടെ വാഷ് ഏരിയ വേറെ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു 4 വാഷ് ബേസിൻസ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഡോർ ആയിട്ടും അല്ലെങ്കിൽ ഔട്ട്ഡോർ ആയിട്ടൊക്കെ പാർട്ടി ഏരിയാസ് കുറേ ഉണ്ട് ഇതിൽ. പിന്നെ അടുത്തായിട്ട് കാണിക്കാനുള്ളത് ഇവിടെ ലോൺ ടെന്നീസ് ഉണ്ട്. വേറെ പ്രൊജക്റ്റുകളിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണിത്. സ്പെഷ്യലായിട്ടുള്ളൊരു അമ്യൂണിറ്റിയാണിത്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് യാർഡാണിത്. ഈ ഭാഗത്തായിട്ടാണ് ടെന്നീസ് കോർട്ട് വരുന്നത്. ലോൺ ടെന്നീസാണ്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അമ്യൂണിറ്റീസുള്ള പ്രൊജക്റ്റുകൾ വളരെ കുറവാണ്. ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാണ്, ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറം മാളിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത്. ഫോറം മാളിൻ്റെ അതേ കോമ്പൗണ്ടിലാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിയേറ്റർ ആണെങ്കിലും ഫുഡ് കോർട്ടുകളാണെങ്കിലും ബ്രാൻഡഡ് ഷോപ്പുകളാണെങ്കിലും എല്ലാം നമ്മളെ ജസ്റ്റ് ഒരു 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 മീറ്റർ നടന്നു കഴിഞ്ഞാൽ എത്താവുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു പ്രൊജക്റ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യാനോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബൈ.